മറിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ മുമ്പോട്ട് ക്ലിയറാണോ? ഹലോ, നിങ്ങൾ ആർക്കെങ്കിലും ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പ്ലാൻ കാണിക്കുന്നുണ്ട്. ഞാൻ സിസ്റ്റം പറയുന്ന വിശ്വാസിക്കുന്നുണ്ട്. കാലത്തെ മിറാക്കിൾ മോർണിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, വീക്ക്ലി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. പക്ഷേ ഒരു ജോലി മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കി. നിങ്ങൾ ഡ്രീമിൽ സ്റ്റിക്റ്റോ ആണോ അല്ലയോ? നിങ്ങൾ അപ്ലൈനെ സന്തോഷിപ്പിക്കാനോ നിങ്ങളുടെ ആത്മനിർവൃതിക്ക് വേണ്ടി കുറെ പണികൾ ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ റിയലൈസ് ചെയ്യാത്തത് ഈ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. യെസോണോ? ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞില്ല. എനിക്കുണ്ടായ ആദ്യ കാലത്ത് ഇവിടെ 20-23 കൊല്ലം കൂടെ പരിപാടി. ഒരാൾ എൻ്റെ ഒരു പേസ്റ്റ് കഴിക്കുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പേസ്റ്റ് തീരാറായണമെന്ന് പറയുന്നു. ഇത് നിങ്ങൾ ചെയ്യണ്ട കേട്ടോ, പറയില്ല ഈ കഥാപാത്രത്തെ അനുകരിക്കരുത് എന്ന് പറഞ്ഞത്. അന്ന് എൻ്റെ ഉള്ളൊരു സാധനം, ഒരു ചേതക്കിൻ്റെ ചെറിയ സ്കൂട്ടറുണ്ട്. ചേതക്കല്ല, അതിനേക്കാൾ ചെറിയൊരു സാധനം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിഡായി വിടുന്ന സ്കൂട്ടറാണ്. ഞാൻ അതുമായിട്ട് ഈ വ്യക്തി എൻ്റെ വിളിച്ചു പറഞ്ഞു പേസ്റ്റ് ഒന്നും കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പേസ്റ്റ് മേടിക്കുന്നു. പേസ്റ്റ് എടുത്ത് പൊതിഞ്ഞ് വണ്ടിയുടെ സൈഡിൽ സ്കൂട്ടറിൻ്റെ സൈഡിൽ ഒരു സ്ഥലം അതിനകത്തായിരുന്നു വെച്ച് പിടിപ്പിക്കുന്നു. കൊരട്ടി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞപ്പോൾ ഹെവി മഴ എന്ന് പറഞ്ഞാൽ പേമാരി. ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു വസ്തു വെച്ചു പിടിപ്പിക്കുന്നു. പോകുന്നതിന് വൈകിട്ട് 6 മണിക്കാണ്. ആ സ്ഥലം ആക്സിഡന്റിന് ഏറ്റവും അറിയപ്പെടുന്ന സ്ഥലം. എൻ്റെ വണ്ടിയുടെ ടയറാണെങ്കിൽ ഇച്ചിരി ഒരു കുഞ്ഞ സാധനം. ബ്രേക്ക് ഇട്ടാ ലോറിയുടെ അടിക്കും. ഇതുമായിട്ട് ഞാൻ പോകുന്നു, കണ്ണും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഭ്രാന്തമായ, ഇപ്പൊ പറഞ്ഞ പോലെ ഭ്രാന്തമായ ഒരു ഡ്രൈവാണ് എന്നെ ഓടിക്കുന്നത്. ഞാൻ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ 7 ഇവനാണെങ്കിൽ ഷോക്ക്. ഞാൻ വന്ന് എന്തിനാണ് നിൽക്ക് വന്ന് പേസ്റ്റ് തരാൻ ഒരു പേസ്റ്റ്. ഹലോ, അവസാനം അവൻ്റെ വൈഫ് എൻ്റെ ഇന്നർ ഗാർമെന്റ്സ് വരെ അയൺ ചെയ്തിട്ടാണ് എന്നെ പറഞ്ഞു വിടുന്നത്. ക്ലിയർ ആണോ? ഇടാനൊരു സാധനമില്ല. എന്നിട്ട് ആ മഴയത്ത് തിരിച്ചു പോകും. എന്തായിരിക്കും എന്നെ ഓടിച്ചത്? എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്, മറക്കല്ലേ? ക്ലിയർ ആണോ? അല്ലേ? എന്തായിരിക്കും എന്നെ ഓടിച്ച സാധനം? ഇത് എത്തിക്കണം. ഇപ്പൊ നാളെ കോളേജ് കിട്ടണം, പല്ല് വയ്ക്കരുത്. ക്ലിയർ ആണോ? അല്ലേ? ആരുള്ളൊരു വാശിയതാണ്. ഇപ്പം വേറെ കേസിലേക്ക് സ്വിച്ച് ഓഫ് ചെയ്യും. ഈ തരത്തിലുള്ള ഭ്രാന്തമായ അഭിനേഷങ്ങൾക്ക് കുറെ കാട്ടിക്കൂട്ടി വരാൻ നിങ്ങൾ അറിയുന്ന മിക്കവാറും എല്ലാ ലീഡേഴ്സും. അപ്പം അതുപോലുള്ളൊരു ഡ്രൈവ് നമ്മളുണ്ട്. അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടെന്ന് കണക്കൂട്ടും. ഉടനെ ഇത് കണക്കൂട്ടരുത്. 1 ലിറ്റർ പെട്രോളിന് ഇവിടുന്ന് എത്രയ്ക്ക് പെട്രോളിന് എത്ര മണിക്കൂർ ഈ ഒന്നും അറിയില്ല, എന്താണെന്നറിയില്ല, എന്താ ചെയ്തെന്ന്. സോ ആ രീതിയിലുള്ള സ്വപ്നം നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഡൺ. ക്ലിയർ ആണോ? പലപ്പോഴും ഇതിന് ലോ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറയും. നിങ്ങൾ ചെയ്യുന്നിടത്തും ആയിരിക്കില്ല റിസൾട്ട് കിട്ടുന്നത്. ഞാൻ കർണാടകത്തിലെ ഷിമോഗ മാണ്ഡ്യ എന്ന് പറഞ്ഞ 2 വില്ലേജ് കിടന്ന് ഇറങ്ങിയ സമയത്താണ് എൻ്റെ കൊല്ലത്തെ ബിസിനസ് വളർന്നത്. ഷിമോഗ മാണ്ഡ്യ ഇപ്പൊ എൻ്റെ ഇല്ല. ഹലോ, പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി പോകും. എവിടെ ചെയ്യുമെന്ന് പറയാനുണ്ട്. ബൈബിളിലെ പല കോട്ടിൽ പറയാനുണ്ട്. വിതയ്ക്കുന്നതെല്ലാം മുളയ്ക്കാറുമില്ല, കൊയ്യാറോ പാർപ്പെടുന്ന വിത്തുകൾ അനാഥമായി പോകും. പക്ഷെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് അതിന് കോമ്പൻസേറ്റ് ചെയ്യും, എവിടെന്നെങ്കിലും കിട്ടും. പക്ഷെ വിതച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആണോ? സോ യു ഹാവ് ടു പുട്ട് ദ എഫർട്ട്. അപ്പൊ അതിന് ആദ്യം വേണ്ടത് ഡ്രീമോ. ക്ലിയർ ആണോ? ഇനി അതിനെപ്പറ്റി കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. നിങ്ങളുടെ ഡ്രീമിന്റെ ഏറ്റവും കൂടുതൽ സെഷൻ നമ്മുടെ ജ്യോതിഷത്തിൽ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഡ്രീം നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ, ഡ്രീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഡ്രീം എന്ന് പറയണ്ട. നിങ്ങൾക്ക് നീഡുണ്ടോ, ആവശ്യകത ഉണ്ടോ? നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഇന്നിപ്പോൾ ഇവിടെ വരാനുള്ള കാരണം നിങ്ങൾക്ക് തക്കതായ കാരണമുണ്ടോ? അതോ അപ്ലൈനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതുകൊണ്ട് വന്നതാണോ? ആ ഒരു ഡ്രൈവ് ഉണ്ടോ? ഞാൻ ഇതിനായിരിക്കും വന്നത്. ജ്യോതിഷി എന്നെ വിളിച്ച് ഫയർ ചെയ്യും. ഇന്ന് ദീപാവലിയാണ്. ആൾറെഡി എന്നെ മനോജ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇന്ന് ഗംഭീര സെലിബ്രേഷൻസ് ആണ് നമ്മളോട് കാണുന്നത്. അതെല്ലാം വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നോന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു. സോ അതുപോലത്തെ ഒരു ഡ്രൈവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് നേടണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവണം. ആ ധാരണ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി എഴുതി വെക്കണം, പടം ഒട്ടിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. അതിന് ഡേറ്റ് ഫിക്സ് ചെയ്യണം, എഴുതി വെക്കണം. നിങ്ങൾക്ക് നേടേണ്ടത് എന്താ? ലേഡീസ് ഉണ്ട്, ഓർണമെന്റ്സിനെ പറ്റി എഴുതാം. പക്ഷെ അത് നേടാനുള്ള മന്തും ഡേറ്റ് ഇയറെങ്കിലും എഴുതണം. അത് എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻകം എത്ര വരും എന്നുള്ളത് കൂടെ നോക്കണം. ഹലോ, ക്ലിയർ ആണോ? അതിനുവേണ്ടിയാണ് അപ്ലൈനോട്ട് ഇരിക്കണമെന്ന്. അപ്ലൈനോട്ട് ഇരുന്ന് ഞാൻ ഇത്ര നാളുകൊണ്ട് ഈ ലെവലിലെത്തിയാൽ ഈ തരത്തിലുള്ള ഇൻകം കിട്ടുകയാണെങ്കിൽ എനിക്ക് നേടാൻ പറ്റുമോ? അത് അതിന് മുമ്പ് നേടണമെങ്കിൽ ഞാൻ എന്തുമാത്രം എഫർട്ട് ഇടണം? പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് എന്തൊരു പണിയെടുക്കേണ്ടി വരുമോ ആവും. അതല്ല ചിന്തിക്കുന്നത്. അത് നേടിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം ആലോചിക്കുക. ക്ലിയർ ആണോ? കടം ബാധ്യത ശരിക്കും അലട്ടുന്ന ഒരു വ്യക്തി കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സമാനത്തോടെ കടമില്ലാത്ത ഒരു രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയുള്ള സ്വിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. ഹലോ, ശരിയാണോ? എന്നെ കടബാധ്യതകൾ അലട്ടാത്ത ഒരു ദിനം എനിക്ക് ഒരു രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അത് എത്ര ഫാസ്റ്റായിട്ട് വേണം, എത്ര സ്ലോ ആയിട്ട് വേണം? 2030 ശേഷം മതിയോ, അത് 2026 വേണം? സോ ആ ലെവലിൽ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ ബിസിനസ്സിൽ കാര്യം വിളിക്കൂ. അപ്പം അതാണ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ?
ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആൾറെഡി പറഞ്ഞു. ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യം പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? റിപ്പീറ്റ് ചെയ്യണോ? ചെയ്യാൻ പാടില്ലാത്ത. ചെയ്യേണ്ട ആദ്യ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഡ്രീമും ഗോളും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയോ? ഹലോ, ഇത് ഡ്രീം, ഇത് ഗോൾ. നിങ്ങൾ എന്താ നേടുന്നത്? ഡ്രീമാണോ ഗോളാണോ നേടുന്നത്? ഡ്രീം. എന്താ വ്യത്യാസം? നല്ല കഴിയുന്നത്. ഡ്രീം പ്ലസ് ടൈം ഈസ് കോൾഡ്. ക്ലിയർ ആണോ? ഫുട്ബോൾ കളിയിലേക്ക് നമുക്ക് തിരിച്ചോ. 55 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കളിയാണെന്നുണ്ടെങ്കിൽ ആ കളിക്ക് വിസിലടിച്ചിട്ട് കളി തുടങ്ങി ആ സമയത്ത് പോയി പോസ്റ്റർ അടിക്കുന്നതിനാണ് ഗോളെന്ന് പറയുന്നത്. ആണോ അല്ലേ? അതോ ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടി ബ്രേക്ക് കൊടുക്കുമ്പോൾ പോയി 2 അടിച്ചിരിക്കുമല്ലോ. ഹലോ, പോസ്റ്റ് സെയിമാ, പക്ഷെ ഗോളൊന്നും കരുതില്ല. ക്ലിയർ ആണോ അല്ലേ? അപ്പം എക്സ്ട്രാ ടൈം കൊടുത്ത് കളിക്കാറുണ്ട്. ഇപ്പം ഈക്വലി ആണെങ്കിൽ ആ സമയത്തിനുള്ളിൽ അടിച്ചാലേ ഗോൾ. എല്ലാവരും പോയി കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് 10 അടി അടിച്ചിട്ട് 10 ഗോൾ അടിച്ചതെന്ന് പറഞ്ഞാൽ കേൾക്കുമോ? ഇല്ല. അപ്പൊ ദയവ് ചെയ്ത് സമയബന്ധിതമായി ചെയ്യുന്ന കാര്യങ്ങളാണ് ഗോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നിങ്ങൾ 10ാം ക്ലാസ് 10ാമത്തെ വർഷം പാസ്സായതാണോ? ഭൂരിപക്ഷം അല്ലെങ്കിൽ 10ാമത്തെ കൊല്ലം തന്നെ പാസ്സായിക്കണമല്ലോ. 3 മണിക്കൂറിന്റെ എക്സാം 3 മണിക്കൂറിൽ തന്നെ എഴുതിക്കാണോ, അതോ പോയിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ഊണ കഴിഞ്ഞിട്ട് ബാക്കി ഇടാന്ന് പറഞ്ഞാണോ? അപ്പൊ എന്ത് സാധനം സമയത്തിനുള്ളിൽ ചെയ്യുമ്പോൾ മാത്രമേ അതിന് വിലയുള്ളൂ. ക്ലിയർ ആണോ? 10ാമത്തെ കൊല്ലം പാസ്സാകാനുള്ള കാരണം എന്തായിരിക്കും? പാസ്സായില്ലെങ്കിലുള്ള പ്രയാസമുണ്ട്. ആണോ അല്ലേ? എങ്ങനെയും തങ്ങോണിയും പാസ്സായി പോകുമ്പോൾ ഞാൻ പാസ്സായില്ലെങ്കിൽ വീട്ടിലെങ്ങനെ ചെല്ലും? യെസാണോ? സോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് വന്നു ചെയ്യുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ സമയത്തോട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നഷ്ടം നിങ്ങളുണ്ടാവുമെന്ന് അറിയില്ല. നിങ്ങൾ ആരുടെയൊക്കെ സമയം അവഗണിച്ചാണ് വന്നിരിക്കുന്നത്. യെസാണോ? എക്സ്ട്രാ ടൈം ഉള്ളതുകൊണ്ട് വന്നിരുന്നായിരിക്കും. ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ ഡ്യൂട്ടിക്ക് പോകും. എക്സ്ട്രാ ടൈം ഉണ്ടായതുകൊണ്ട് കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിൽ നിന്ന് ഒരാളോട് ഇരിക്കുന്നു. എനിക്ക് കൂടെ സമയം ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ നടത്തും അത് കൊടുത്തോണ്ടെങ്കിൽ ആൾക്കാരുണ്ട്. തലശ്ശേരിയിൽ നിന്ന് ഒരാളുണ്ട് കൈയടിച്ച് ആലോചിച്ച് നോക്കുന്നത്. എന്റെ അപ്പുറത്തുനിന്നോ എന്നിട്ടും എനിക്കും ജോസാറിന് വെറുതെ കാണത്തില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ തന്നെ പറയും, നീ തീരാറായോ ആവോ, ഇങ്ങനെ നിൽക്കുന്ന കുറച്ചുണ്ടോ, തീരാറായോ ആവോ. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയബന്ധിതമായി ചെയ്യുന്നതിനാണ് ഗോളെന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ടൈം ഫ്രെയിം വെച്ച് വേണം എഴുതാൻ. കാറ് മേടിക്കും എന്ന് പറയുന്ന ആരും മേടിക്കാറില്ല. എന്റെ ഇത്രാമത്തെ ബർത്ത്ഡേക്കുള്ളിൽ അല്ലെങ്കിൽ ഇത്രാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് അല്ല എന്റെ മോന്റെ ഇത്രാമത്തെ മോളുടെ ഇത്രാമത്തെ അതിനുള്ളിൽ മേടിക്കുന്നു പറയുന്നവരാണ് ചെയ്യുക. ക്ലിയർ ആണോ? വീട് വെക്കുന്ന കാര്യം കൊള്ളാം, വീടിന്റെ കാര്യം ഞാൻ എത്തോട്ട് പറയാം. എന്റെ വീട്ടിൽ സോളാർ വെച്ച കാര്യം പറഞ്ഞു. ഇപ്പൊ 4 കൊല്ലം 4 കൊല്ലം അത് ജ്യോതിഷി ഏപ്രിൽ 1 എന്റെ വീട്ടിൽ വരും. അന്ന് ഞാൻ എന്റെ സ്വിച്ച് ഓൺ ടർമ്മ് കണ്ടു. ക്ലിയർ ആണോ? 1.9 ലക്ഷം രൂപയുടെ ആയിരുന്നു. 3 കിലോവാട്ടിന്റെ ഒരു സോളാർ ആയിരുന്നു. അതിന്റെ മുഴുവൻ ഒറ്റ മാസം കമ്മീഷൻ. ക്ലിയർ ആണോ? അപ്പൊ ആ മാസം ഞങ്ങൾ ആ സോളാർ വെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. പെണ്ണുപിള്ളയോട് പറഞ്ഞു, സാധാരണ കാണുന്നതിനേക്കാൾ കുറച്ച് ദിവസം കൂടി എന്നെ ചിലപ്പോൾ കണ്ടെന്നില്ല. ക്ലിയർ ആണോ? പറഞ്ഞ കണ്ടു മനസ്സിലായി. സാധാരണ ഇത്ര ദിവസം കൂടി വേണ്ടി കാണും. അടുത്ത മാസം കുറച്ച് ദിവസം കൂടെ ഞാനിവിടെ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? നമ്മളെ 1.9 ലാഖിന്റെ സോളാർ വെക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിനുവേണ്ടി ഓടണം. ക്ലിയർ ആണോ? അല്ലേ? ഇതെന്റെ ജോലിയിൽ ഇരുന്നുകൊണ്ട് പറ്റുമായിരുന്നു. കാരണം എങ്ങനെ ഞാൻ 2 ദിവസം കൂടെ എക്സ്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യം കൂടി തരില്ല. പക്ഷെ ഇവിടെ 5 പ്ലാൻ എക്സ്ട്രാ കാണിച്ചാൽ വരുമാനം കൂട്ടാം. ആർക്കോട്ടി കാണിക്കണം, എവിടെ കാണിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം ക്ലിയർ ആയോ? ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കമ്മിറ്റ്മെന്റ്സ്. നമുക്ക് എപ്പോഴും അറിയാം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, കുച്ച് പാനെ കെ ലിയെ കുച്ച് ഖോനാ പड़ता है. മലയാളം അറിയാം, കുച്ച് പാനെ കെ ലിയെ കുച്ച് ഖോനാ पड़ता है. ചില പദങ്ങളൊക്കെ ഹിന്ദിയിൽ രസമാണ്. ചിലത് നേടാൻ, ചിലത് നമ്മൾ സാക്രിഫൈസ് ചെയ്യും. യു ഹാവ് ടു നോ ഗെയിം വിത്തൗട്ട് 1 2 3 നോ ഗെയിം വിത്തൗട്ട് നോ ഗെയിം വിത്തൗട്ട് പെയിൻ. വേദന ഇല്ലാത്ത ഒരു നേട്ടവും ഉണ്ടാവില്ല. ക്ലിയർ ആണോ? യെസ് ഓർ നോ? അത് അമ്മ കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്ന കാര്യം കൊള്ളാം, സിവിൽ സർവീസ് എക്സാം ക്രോസ് ചെയ്യുന്ന കാര്യം കൊള്ളാം, ടെസ്റ്റിനകത്ത് ക്രൗൺ ആവുന്ന കാര്യം കൊള്ളാം, എല്ലാം പെയിൻ കൊടുത്തിട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പലരും സ്റ്റേജിൽ കയറുമ്പോൾ ഭരിക്കുമോ, ജ്യോതിഷ് കുമാർ ഭരിക്കുമോ? ശരിയാണല്ലേ? രണ്ടും കൂടി ഇംഗ്ലണ്ടിൽ ഇറങ്ങിയിട്ട് വന്നു അല്ലേ? ഭാഗ്യവതി. യെസ് ഓർ നോ? കല്യാണ വീട്ടിൽ അവഹേളനം സഹിച്ചത് പുള്ളിയാണ്, നമ്മളല്ല. സിനിമയുടെ മധു പുള്ളിയുടെ അമ്മാവനാണെന്ന് അറിയാമല്ലോ. ആ പുള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ ഉഗ്ര സാധനമാണ്. ടിപ്പിക്കൽ തിരുവനന്തപുരം. ക്ലിയർ ആണോ?
അപ്പൊ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. വെറുതെ ഷോപ്പിലേക്ക് കച്ചവടം കഴിഞ്ഞ് വരുമോ സയന്റിസ്റ്റായിട്ട് വെള്ളം ഉണ്ടാക്കിയത് എന്ത് കാര്യം, അതിന് വിധിച്ചത് സോപ്പ് ചീപ്പാണ്. അത് കേട്ടതിൻ്റെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് വന്നു. എഴുതി കൊടുത്തു, നല്ല എഴുതി കൊടുത്തു. 7,000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയത് എന്തായിരിക്കും? സോ ആ പെയിൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. യെസ് ഓർ നോ? നമ്മുടെ ജീവിതത്തിൽ നേടേണ്ട കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ കഷ്ടപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് കമാൻഡർ ടോമി എന്ന് പറയും. കമാൻഡർ ടോമിയുടെ പേര് കേട്ടവർ മാത്രം കൈ നോക്കി. മലയാളിയ, നേവിയിലെ കമാൻഡറാണ്. ഒറ്റയ്ക്ക് പായ്ക്കപ്പലിൽ ലോകം ചുറ്റി വന്ന വ്യക്തിയാണ് ടോമി. കേറാണോ? ഒരു പ്രാവശ്യമല്ലേ, 2 പ്രാവശ്യം ഒറ്റയ്ക്ക്. ഹലോ, അദ്ദേഹം ചോദിച്ച പെയിനും പ്രയാസം എന്തൊക്കെയുണ്ടോ, പക്ഷെ അദ്ദേഹത്തിന് ലക്ഷ്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. മാസ്ക് ഒടിഞ്ഞു വേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പായ്ക്കപ്പല ഏതാണ് ഒടിഞ്ഞു പോയി. പുള്ളിയുടെ നടുവത്തൊക്കെയാണ്. പുള്ളി അത് കഴിഞ്ഞ് ഭയങ്കര ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ഞാൻ പറയാൻ പറയുന്നത്, അതുപോലുള്ള സ്വപ്നം എഴുതി വെച്ചെങ്കിൽ അതുപോലുള്ള പെയിൻ എടുക്കാൻ തയ്യാറായിട്ടാണ് ആ സ്വപ്നം എഴുതി വെച്ചത്. യെസ് ഓർ നോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പായ്ക്കപ്പല ഓടിക്കണ്ട, നടു ഓടിക്കണ്ട. അറ്റ്ലീസ്റ്റ് ഇപ്പൊ എഴുതി വെച്ച കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയായിട്ടുള്ള കുറച്ച് കമ്മിറ്റ്മെന്റ്സ് വേണോ വേണ്ടേ? എന്താണോ, എന്തൊക്കെയാണോ കമ്മിറ്റ്മെന്റ്? പെട്ടെന്ന് ഹലോ, വാട്ട് ആർ യുവർ കമ്മിറ്റ്മെന്റ്സ്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളോട് എത്ര കമ്മിറ്റ്മെന്റ് ഉള്ളത്? ആക്ഷൻ പ്ലാൻ എന്താണോ? ഇതെല്ലാം പറയാൻ ചെയ്യുന്ന കാര്യം പറ. എന്താണോ വർക്കിംഗ്? 5 ഫിംഗർ ഫോർമുല എന്ന് പറയും. 5 ഫിംഗറിൽ ഞാൻ ഒതുക്കി തരാം. ഈ 5 ഫിംഗറിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഏറ്റവും ചെറിയ വിരലാണ് ഇത്. ഏറ്റവും ചെറിയ വിരൽ. റീഡിങ് ഓഫ് ബുക്സ്. അത് കേട്ടപ്പോൾ തന്നെ അലർജിയോടെ കുറച്ചുണ്ട്. എനിക്കറിയാം. ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ബിസിനസ്സിലേക്ക് തന്നെ വന്നത്. അല്ലെങ്കിൽ സ്കൂളിൽ പറയുന്നത് അതുപോലും വേണ്ടാന്ന് വെച്ചത് പോലും. എന്നിട്ട് വീണ്ടും ഇവിടെ വന്നപ്പോൾ വീണ്ടും പറയുന്നു റീഡിങ് ഓഫ് ബുക്സ്. ഞാൻ നിങ്ങളുടെ പുസ്തകം വായിക്കാനല്ല, 2 പേജ് വായിക്കാവോ? ഹലോ, എന്തിനാണോ? എന്തോ അത് ചെയ്ത് കഴിഞ്ഞാൽ ക്രൗൺ ആവുമോ? അപ്പോൾ എന്തിനാ നമ്മൾ തർക്കുത്തരം ചോദിക്കും? എങ്ങനെയാ ബുക്ക് വായിക്കാൻ? എങ്ങനെയാ പിന്നെ കിട്ടുമോ? ബുക്ക് വായിക്കാൻ വരുമാനം കിട്ടുമോ? ഇല്ല. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നമുക്ക് ഈ ബിസിനസ്സിനകത്ത് 2 കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. റൈറ്റ്? ഒന്ന് ഞാൻ പറയാറുണ്ട്, കോമ്പിറ്റൻസി. എന്തോന്ന്? കോമ്പിറ്റൻസി. ഞാൻ ഏതെങ്കിലും ഒരു മെറാക്കിൾ മോർണിംഗിന്റെ ശേഷം ഒരിക്കൽ ചെയ്തത്, എന്നാലും ഞാൻ ചെയ്യാം. രണ്ടാമത്തെ എന്താ? ക്യാരക്ടർ. ഈ 2 സാധനം ചേർന്നാൽ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ എല്ലാം. ഈ 2 സാധനം മാത്രമേ ഉള്ളൂ ഈ ബിസിനസ്സിൽ. എന്തൊക്കെയാ? കോമ്പിറ്റൻസി, മറ്റേത് ക്യാരക്ടർ. കോമ്പിറ്റൻസി. ഈ ബിസിനസ്സിനുള്ള കോമ്പിറ്റൻസി ഏതൊക്കെയാണ്? ഈ ബിസിനസ്സിനകത്ത് വേണ്ട കോമ്പിറ്റൻസി എന്താ? കഴിവ്. എന്തൊക്കെ കഴിവാണ് ഈ ബിസിനസ്സിനകത്ത്? സാർ, എന്തൊക്കെ കഴിവുള്ള ഈ ബിസിനസ്സിനകത്ത് വേണ്ടത്? എനിക്ക് നിങ്ങൾക്ക് അതേ കഴിവുള്ളൂ. എനിക്ക് മനോഹരൻ, എന്താ പേര്? ശ്രീജ. എനിക്ക് ശ്രീജയ്ക്ക് അതേ കഴിവുള്ളൂ. ഏതാ കഴിവുകൾ? ഈ ബിസിനസ്സിന് വേണ്ട കഴിവ് എന്താണ്? ഷോ ദ പ്ലാൻ, സെൽ ദ പ്രൊഡക്റ്റ്. യെസ് ഓർ നോ? അതിനുവേണ്ടി ഫോളോ അപ്പ് ചെയ്യേണ്ടി വന്നേക്കാം, പ്രോസ്പെക്ട് ചെയ്യേണ്ടി വന്നേക്കാം. ശരിയാണോ അല്ലേ? ഈ 3-4 സ്റ്റെപ്പുകൾ എന്താണ്? മേക്കിംഗ് എ ലിസ്റ്റ്, ഇൻവൈറ്റിംഗ്, ഷോ ദ പ്ലാൻ, ഫോളോ അപ്പ് ആൻഡ് സെൽ. 4 കാര്യങ്ങൾ ഉള്ളൂ സ്കില്ല്. ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കഴിവ്. ക്ലിയറാണോ? ഒരു ദിവസം എത്ര പ്രാവശ്യം, ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം, ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം, അതിനനുസരിച്ച് നിങ്ങളുടെ പിന്നെ മാറും, വരുമാനം മാറും. ക്ലിയർ ആണോ അല്ലേ? ആളുകളെ കാണുക, ആളുകൾക്ക് പ്ലാൻ കാണിച്ചു കൊടുക്കുക, പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക, അവരോടൊപ്പം നിൽക്കുക. ഇതല്ലാത്ത പുതിയ സ്കില്ല് പറഞ്ഞുതരാം. ഇതല്ല സ്ത്രീ ചെയ്യുന്നത്, ഇത് തന്നെയല്ല ഞാനും ചെയ്യുന്നത്. ഞങ്ങൾ നമ്മുടെ വ്യത്യാസം എന്തായിരിക്കും? ഹലോ, നിങ്ങൾ ഞാൻ നമ്മുടെ വ്യത്യാസം എവിടെയാ? നിങ്ങൾ ആഴ്ചയിലും മാസം ഒരിക്കൽ ചെയ്യുമ്പോൾ ഞാൻ ഒരു ദിവസം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഹലോ, ക്ലിയർ ആണോ അല്ലേ? യെസ് ഓർ നോ? അല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വരയ്ക്കുന്ന വട്ടം എന്ന് പറഞ്ഞാണല്ലോ പെർഫെക്റ്റ് വട്ടം, ശ്രീജ വരച്ച ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയാണോ? ഇത് വട്ടം ഞാനിപ്പോ വരച്ച എവിടെ വരച്ചാലും കുഴപ്പമില്ലാതെ വട്ടമാണെന്നുണ്ടോ? വരച്ച് വട്ടം ആയതാ. ഹലോ, ശ്രീജയുടെ വട്ടം ഇപ്പോഴും വരയ്ക്കാതെന്നുണ്ട്, വരയ കൊള്ളാം. ക്ലിയർ ആണോ അല്ലേ? അതിന്റെ പേരാണ് കോമ്പിറ്റൻസി. ഇതിനേക്കാൾ കൂടിയൊരു കോമ്പിറ്റൻസി ഇനി ഉണ്ടാക്കാനില്ല. ക്ലിയർ ആണോ? എനിക്ക് ഇതിനകത്ത് നീ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ വട്ടം ശരിയായി, ഇനി ഞാൻ ആ വട്ടം ശരിയാക്കണോ? വേണ്ട. അപ്പൊ എനിക്ക് ഫർദർ ഗ്രോ ചെയ്യാൻ എന്താ വേണ്ടേ? അതിനാണ് ബുക്ക് വായിക്കണം. എല്ലാം മനസ്സിലായോ? നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിത്വം മാറിയാൽ മാത്രമേ നിങ്ങളുടെ പിന്ന് മാറൂ. നിങ്ങളുടെ വ്യക്തിത്വം മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് വരുമാനം കൂടൂ. ക്ലിയർ ആണോ? നിങ്ങളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടണം. വരുന്ന ആളുകൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കണം. ഉടക്കം ഉണ്ടാക്കി തല്ലിപ്പിടുത്തരം കാണിച്ച്
നടക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവും? അത് മാറ്റിയെടുക്കാൻ ആരെയും കൊണ്ട് സാധിക്കും? നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന സാധനത്തിന്റെ പേരാണ് റീഡിങ് എ ബുക്ക്. ബുക്കുകൾ നിരന്തരം വായിക്കുന്ന ഒരു ശീലമാണ്. പറ്റുന്നില്ലേ? ഒരിക്കലും പറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട്. യൂട്യൂബ് കാണുക. ഏത് യൂട്യൂബ്? അവിടെയാണ് ചോദ്യം. ബിസിനസിന്റെയോ ചിരിക്കുന്നുണ്ടായിരുന്നു. യൂട്യൂബ് നിരന്തരം കാണുന്നുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബിസിനസ്സിന്, നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സക്സസ്ഫുൾ ആളുകളുടെ ഇന്റർവ്യൂ. കൊച്ചോസ് ചിത്രപ്പള്ളിയുടെ കണ്ടാൽ മതി, യൂസഫ് കണ്ടോളൂ. എന്താ ഉണ്ണികൃഷ്ണന്റെ കാണണ്ട? ക്ലിയർ ആണോ? അപ്പൊ അതുപോലെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ബുക്കുകൾ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്റർവ്യൂ കാണുക, യൂട്യൂബ് കാണുക. പറ്റുമോ? ആർക്ക് പറ്റും? ചെയ്യാറുണ്ടോ? വേണ്ട. ഒന്ന് പറയണമെന്ന് പറയണ്ട. കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ക്ലിയർ ആണോ? ഇനിയെങ്കിലും ചെയ്തു തുടങ്ങിക്കൂടെ? ഹലോ, ആ തോണ്ടുന്ന സമയത്ത് കുറച്ച് തോണ്ടി ഡിച്ച് എഴുതുന്നത് കാണും, കേക്ക്, പഠിക്കും. ക്ലിയർ ആണോ? എന്തിനാ? സ്കില്ല് നിങ്ങളുടെ മാറും, കോമ്പിറ്റൻസി നിങ്ങളുടെ ഇത്രയൊക്കെ തന്നെ സാധിക്കും. ഇതിൽ കൂടുതലൊന്നും സാധിക്കില്ല. പക്ഷെ ക്യാരക്ടർ മാറ്റാൻ പറ്റും. ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇനി വലിയ പിന്നിലേക്ക് പോകുന്നത്? എന്റെ ക്യാരക്ടർ മാറാത്തുണ്ടോ? ഹലോ, ക്യാരക്ടർ വേറെ അർത്ഥത്തിൽ എടുക്കരുത്. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എന്നെ കുറച്ചുകൂടെ ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റിയാൽ ഞാൻ അടുത്ത പിന്നിലേക്ക് പോകും. അല്ലാതെ പട്ടങ്ങളുടെ പെർഫെക്ഷൻ കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യരുത്. ഹലോ, അപ്പം ഇതിനകത്ത് കോമ്പിറ്റൻസിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിന് യാതൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാർക്ക് ഇടുകയാണെങ്കിൽ കോമ്പിറ്റൻസി കൊടുക്കാവുന്ന മാർക്ക് മാക്സിമം 10. ഇതിനോ? ക്ലിയർ ആണോ? ഹലോ, കോമ്പിറ്റൻസി നിങ്ങൾക്ക് ഇനി കൂടുതലൊന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്യാരക്ടർ യു ക്യാൻ കീപ് ഇമ്പ്രൂവിങ്. ഒരു രാത്രിയോട് വിചാരിച്ചാണോ ഞാൻ ഇന്ന നാളെ കാലത്ത് ഞാൻ മറ്റേ അങ്ങനെയല്ല, മാറുന്ന ഒരു രാത്രി കൊണ്ടായിരിക്കും. പക്ഷെ കുറെ നാളത്തെ നിരന്തരമായിട്ടുള്ള ക്യാരക്ടറുള്ള മാറ്റം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതിനാണ് ഡെയിലി റീഡ് 2 pages. സമ്മതിച്ചോ? സമ്മതിച്ചോ? അപ്പൊ എല്ലാ ദിവസവും ഞാൻ എന്നെ മാറ്റിയെടുക്കും. എങ്ങനെ? ദിനംപ്രതി പുതിയ ശബ്ദങ്ങൾ പഠിക്കും, പുതിയ നോളജ് കേൾക്കും, പുതിയ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ പിന്നെ മാറും. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് പറഞ്ഞത് എവരി ഡേ യു ക്യാൻ കീപ് ചേഞ്ചിങ്. 2 പുതിയ പദം പഠിച്ചതെന്ന് നിങ്ങൾ പഠിച്ചില്ല. ഇതുവരെ യൂസ് ചെയ്യാത്ത 2 പുതിയ പദങ്ങളും പഠിച്ചു. നിങ്ങൾ വ്യത്യസ്തനായി. ഇന്നലെ നിങ്ങൾക്ക് അത് അറിയില്ല എന്ന് നിങ്ങൾ പഠിച്ചു, മാറിയില്ലേ? അങ്ങനെ ഇഞ്ച് ബൈ ഇഞ്ച് യു ക്യാൻ കീപ് ഇംപ്രൂവിങ് യുവർ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ടാണ് സ്മോളസ്റ്റ് ഫിംഗർ എന്താണത്? റീഡ് ബുക്സ്. അടുത്ത ഫിംഗർ അതിനെ കളിച്ചൂടെ വരുമ്പോഴേ പോകും അല്ലേ? അതെന്താണെന്നറിയോ? അറ്റൻഡിങ് ഫങ്ഷൻസ്. അത്ര കൂടുതലൊന്നും വേണ്ട, പക്ഷെ എന്നാലും ഇച്ചിരി വലുപ്പത്തിലുണ്ട്. ബുക്കിനേക്കാൾ ഇച്ചിരി കൂടുതലാണ് അറ്റൻഡിങ്. ഓക്കെ, ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നില്ലേ? ഏതൊക്കെ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്? കല്യാണത്തിന് എല്ലാം ചർച്ച പോകാറുണ്ട്. പള്ളി കൺഫേം ആണ്. പിന്നെ വേറെ ഉത്സവത്തിന് പൊങ്കാല, ഇതാണ് നമ്മുടെ ഫങ്ഷൻസ്. ഞാൻ മരണമെന്ന് റൂൾ ലക്ഷ്യം ശരിയല്ലേ? ഇനി പറ നമ്മുടെ ഫങ്ഷൻ. വീക്ക്ലി മീറ്റിംഗ്. നിങ്ങളുടെ ടൗണിൽ നടക്കുന്ന വീക്ക്ലി മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന കാര്യമില്ല. നിങ്ങളുടെ വീക്ക് ടു വീക്ക് ഗ്രോത്ത് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? 4 ഞായറാഴ്ചയോളം 4 ഡേയ്സ് ഏതാണ് ഇവിടെ ഉള്ളത്? ആ 4 ഡേയ്സ് ആണ് നിങ്ങളുടെ വർക്കിംഗ് ഡേ. നിങ്ങളൊരു ഓഫീസ് സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ എല്ലാ ദിവസവും കാലത്ത് വൈകുന്നേരം പോകണം. മീൻസ് പഞ്ച് ചെയ്യണം. 2 പഞ്ച്, ഇടയ്ക്ക് ഒരു ലഞ്ച്. ഇതിനെയാണ് ജോലി എന്ന് പറയുന്നത്. ചോർണം 2 പഞ്ച് ഒരു ലഞ്ചുമാണ് ജോലി. അത് എല്ലാ ദിവസവും പോകും, ശനിയാഴ്ചയും പോകും. അതിന് കുഴപ്പമില്ല. ഇത് വീക്കിലി നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്ത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീക്കിലി നിങ്ങൾ നടക്കുന്ന മീറ്റിംഗ് കൊണ്ടാണ്. അവിടെ തിരുവനന്തപുരത്തെ എക്സ്ക്യൂസ് പോട്ടെ, ഇവിടുത്തെ DLCP കൊള്ളൂല സാറേ, ഇവിടെ പിന്നെ മീറ്റിംഗ് അങ്ങനെയാണ് സാറേ പോട്ടെ. മീറ്റിംഗ് ഇല്ല, ആരും കൊണ്ടുവരും. ഗൗതംബാലിയോട് വിളിച്ച് പറഞ്ഞു വീക്കിലി മീറ്റിംഗ് ഇവിടെ നടത്താൻ. പുള്ളി എല്ലാ ആഴ്ചയും വരും. ഗൗതംബാലി ആരെ മീറ്റിംഗ് നടത്താൻ പറയും.